ജനജീവിതത്തിന് തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്വാറികൾ പല പ്രദേശങ്ങളിലും പ്രവർത്തനം നിർത്തൽ ചെയ്യുമ്പോൾ പുതിയ ക്വാറികൾ തുടങ്ങാനും പഴയ ക്വാറികളുടെ കാലാവധി തീർന്നിട്ടും പുനർപ്രവർത്തനം നടത്തി ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിൽ തട്ടുമ്മൽ നെടുന്തട്ട് നെടുഞ്ചാൽ ക്വാറി വിരുദ്ധ സമിതി കൂട്ടായ്മയും തട്ടുമ്മൽ മാതനാർകല്ല് കുട്ടേനി ക്വാറി വിരുദ്ധ കൂട്ടായ്മയും സംയുക്തമായി ജനകീയ കൂട്ടായ്മ തട്ടുമ്മലിൽ സംഘടിപ്പിച്ചു. പൊതുയോഗത്തിൽ വി കണ്ണൻ സ്വാഗതവും ക്വാറി വിരുദ്ധ കമ്മിറ്റി ചെയർമാൻ ടി ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. നോബിൾ പൈക്കട മുഖ്യപ്രഭാഷണം നടത്തി. കൺവീനർ അബ്ദുൽ സത്താർ, ക്വാറി വിരുദ്ധ പ്രവർത്തകൻ കുഞ്ഞപ്പൻ, പൊതുപ്രവർത്തകൻ ടി മൂസക്ക, വി മുഹമ്മദ് കുഞ്ഞി, റഫീഖ് അമാനി, കമ്മിറ്റി അംഗം ജോസ് പൂവാലിൽ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ നിഷാന്ത് പെരിയാരം, ആർ ബാലകൃഷ്ണൻ നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു. ഈ ക്വാറി പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് 1 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ക്വാറി വിരുദ്ധ കൂട്ടായ്മയുടെ പെടേനയില കൺവീനർ അബ്ദുൽ സത്താർ അവர்களാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ക്വാറി വിരുദ്ധ പ്രവർത്തകൻ കുഞ്ഞപ്പൻ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പൊതുപ്രവർത്തകർ ടി മുസ്തഫ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. വി മുഹമ്മദ് കുഞ്ഞി, പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ജോസ് പൂച്ചാലിൽ ക്വാറി വിരുദ്ധ കമ്മിറ്റി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നിഷാന്ത് പെരിയാരം, പരിസ്ഥിതി. പക്ഷേ ഇത്തരം ക്വാറി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് ജീവിതം തന്നെ ഉയർന്നു എന്ന് പറയാവുന്ന ആളാണ് ശ്രീ നോബിൾ പൈക്കട സാർ. അതുപോലെ ഏറ്റവും വലിയ ക്വാറി ഭീകരത അനുഭവിക്കുന്ന പ്രദേശമാണ് നമ്മുടെ തൊട്ടടുത്ത പെടേന. അവിടെ ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കുഞ്ഞപ്പേട്ടൻ എത്തിച്ചേരുമെന്ന് കരുതുന്ന ടി മുസ്തഫ, മുഹമ്മദ് കുഞ്ഞി, റഫീഖ് അമാനി ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരും. അതുപോലെ സ്വാതിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഗ്യാരണ്ടിയും തീർന്ന് കുറെ കാലം അടച്ചിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് വലിയ സംഖ്യ ഫൈനടച്ച് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ആ ക്വാറി നിർബാധം പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം ഈ ഒക്ടോബർ അവസാനത്തോടുകൂടി അതിന്റെ ലൈസൻസ് അവസാനിക്കും എന്നാണ് കരുതുന്നത്. തുടർന്ന് ആ ക്വാറി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം നാം ഉണ്ടാക്കണം എന്നാണ് ആദ്യമായി എനിക്ക് ക്വാറി വിരുദ്ധ കൂട്ടായ്മയുടെ പേരിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് നെടുഞ്ചാല് മേഖല, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയും തട്ടുമ്മ ഈ പരപ്പ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയും രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടിക്കാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. അത് പ്രകാരം ഒരുപാട് പ്രതിഷേധ പരിപാടികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. പഞ്ചായത്തിൽ 4 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ തട്ടുമ്മൽ. 5-ാം വാർഡ്, 4 പെരിങ്ങമേക്കര പഞ്ചായത്തിന്റെ, അതുപോലെ ചെറുപുഴ പഞ്ചായത്തിന്റെ 18-ാം വാർഡും 19-ാം വാർഡും ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ. അപ്പൊ ചിലർക്ക് ഇപ്പോഴും ഒരു പുച്ഛത്തോടെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ല, വേറെ പണിയൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതി ചിലരുടെയൊക്കെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ സമര പരമ്പര ഇവിടെ ആരംഭിക്കുന്നത്. ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സമര പരമ്പരയാണ്. അതിന് നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. നമുക്ക് ജീവിക്കാനുള്ള അവകാശം, ആ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഇവിടെ വ്യവസായങ്ങൾ വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല. റോഡുകൾ വേണം, പാലങ്ങൾ വേണം, വികസനം വേണം, ഒക്കെ വേണം. ഇതിനു മുമ്പ് ഇതുണ്ടായിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നുണ്ട്. അതിന് ബദൽ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ജനാധിപത്യ രീതിയിലും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വ്യവസായ മേഖലയിൽ നടക്കുന്നുണ്ട്. വ്യവസായങ്ങൾ വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. വികസനമൊക്കെ വേണം. ആ വികസനങ്ങളൊക്കെ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്.
ആ രീതിയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് അവർക്ക് ഉണ്ടാകാത്ത രീതിയിലുള്ള അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ത്രിപുര പഞ്ചായത്തിൽ കയറിയ എയ്യങ്കല്ല്, പ്രാപ്തയില്, ചൂരപ്പടവ്, രാജഗിരി, ഇതിങ്ങനെ ഈ മലകൾ മുഴുവൻ നിരന്നൊക്കെ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം കോഴിക്കാർ ഇവിടെ മുഴുവൻ ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നത്? അതിന്റെ ഒറ്റ കാരണം, ഏറ്റവും പ്രധാന കാരണം നമുക്കറിയാം, 1 കിലോ അരി ഇപ്പം 50 രൂപയ്ക്ക് പോലും കിട്ടത്തില്ല. പക്ഷേ 1 ടൺ കല്ലിന് 1000 കിലോ കല്ലിന് കോറി മുതലാളി സർക്കാരിനേക്ക് അടയ്ക്കേണ്ടത് 48 രൂപയാണ്. നമുക്ക് ആ പൈസക്ക് നമുക്ക് 1 കിലോ അരി കിട്ടുകയാണ്. 1 ടൺ പാറ ഇവർക്ക് പൊട്ടിച്ചെടുക്കാം 48 രൂപയ്ക്ക്. അത് സർക്കാർ ഈ വർഷം 1/4/2024 മുതൽ ഭേദഗതി ചെയ്ത റേറ്റ് ആണ് 48 എന്നുള്ളത്. കാര്യം 100% വർധനവ് വരുത്തിയതാണ്. അപ്പൊ അതുവരെ, അതായത് 31/3/2024 വരെയുള്ള റേറ്റ് 1 ടണ്ണിന് 24 രൂപയായിരുന്നു. ശരിയാണ്, 100% വർദ്ധിപ്പിച്ച് 48 രൂപയായി. ഇതാണ് ഇതിനകത്തെ ലാഭം. 2020-21 വരെയുള്ള കണക്കാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനിങ് ആൻഡ് ജിയോളജി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഏറ്റവും അവസാന വർഷത്തെ കണക്ക് പ്രകാരം ഒരു വർഷം, അതായത് കരിങ്കല്ല്, ചെങ്കല്ല്, മണല്, സാധാരണ മണ്ണ്, ചൈനാക്ക്, ഇങ്ങനെയുള്ള എല്ലാ മൈനർ മിനറൽസും കൂടെ ചേർന്നുകൊണ്ട് സർക്കാരിലേക്ക് കിട്ടിയ വർഷത്തെ വരുമാനം, വാർഷിക വരുമാനം 183 കോടി രൂപ. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.